ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പുതിയൊരു വിഭവമായിട്ട് എത്തിയിരിക്കുകയാണ്. അതൊരു സ്നാക്സാണ്. സ്നാക്സായിട്ടും ഡെസേർട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് കോക്കനട്ട് പാൻകേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു സ്നാക്സ്. നമുക്കതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ കോക്കനട്ട് പാൻകേക്കിന് വേണ്ട കോക്കനട്ട് നമുക്ക് ആദ്യം തയ്യാറാക്കാം. നമ്മൾ അടുപ്പ് കത്തിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഗീ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഗീ കുറച്ച് ചൂടായി നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. നമ്മുടെ ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരം ചിരകി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കോക്കനട്ട് പാൻകേക്കിൻ്റെ കോക്കനട്ട് ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഈ പാത്രത്തിൽ നിന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ഫില്ലിങ് കോക്കനട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായ ഒരു സ്നാക്സാണ് ഇത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. നമ്മുടെ പാൻകേക്കിനുള്ള മിക്സർ റെഡിയാക്കാനാണ് നമ്മൾ പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത്, സ്റ്റീലിൻ്റെ പാത്രം. അപ്പോൾ നമുക്ക് അതിൻ്റെ മിക്സർ റെഡിയാക്കാം. നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ബട്ടർ, 4 ടേബിൾ സ്പൂൺ ബട്ടർ നമ്മൾ പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഷുഗറാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വിസ്ക് എടുത്ത് അതുകൊണ്ട് മിക്സ് ചെയ്യുക. ഷുഗറും ബട്ടറും കൂടി ഒന്ന് മിക്സ് ആവണവരെ അങ്ങനെ മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് നന്നായി ഇതിനെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഫ്ലോർ റെഡിയാക്കണം. മൈദയിലേക്ക് ബേക്കിംഗ് പൗഡർ, സോൾട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ മൈദ എടുക്കുകയാണ്. മൈദയിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂണാണ്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. സോൾട്ട് 1/2 ടേബിൾ സ്പൂൺ. ഇനി നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ബേക്കിംഗ് പൗഡറും സോൾട്ടും എല്ലാം മൈദയിൽ ശരിക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ശരിക്കും മിക്സ് ചെയ്യുക. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന മൈദ 195 ഗ്രാമാണ്. അതിലേക്കാണ് നമ്മൾ ബാക്കി ബേക്കിംഗ് പൗഡറും സോൾട്ടും ഇതെല്ലാം ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് 290 ml പാലാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മൈദയും ആദ്യം എടുത്ത് ബീറ്റ് ചെയ്ത എഗ്ഗ്, ബട്ടർ, ഷുഗർ എന്നിവയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. അതിലേക്കാണ് നമ്മൾ പാല് കൂടി ചേർത്ത് ഇളക്കി അതൊരു ബാറ്റർ പോലെ ആക്കുന്നത്. നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പാല് ചേർക്കാം.
ഇതിൽ വനിലയുടെ ഫ്ലേവറും കോക്കനട്ടിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി വരുമ്പോൾ അടിപൊളി സാധനമാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. പാൽ കുറച്ച് ഒഴിക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ലംസ് ഒന്നും ഉണ്ടാവരുത്, കട്ട കൂട്ടരുത്. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ മിക്സായി വരുന്നു. നമ്മുടെ മിക്സർ റെഡിയാണ്. പാൻകേക്ക് മിക്സർ തയ്യാറായി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തല്ലേ, അപ്പോൾ അതൊന്നൊരു റൈസ് ആകാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് പാൻ വെച്ച് നമ്മുടെ പാൻ കേക്ക് തയ്യാറാക്കാം. ഇതായിരിക്കണം നമ്മുടെ ടെക്സ്ചർ. ഓവർ തിക്കും ആവരുത്, ഓവർ ലൂസും ആവരുത്. നമ്മൾ ബാറ്റർ മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് കൂടുതലായി. ഇനി നമുക്ക് നമ്മുടെ അടുപ്പ് കത്തിക്കാം. പാൻ വെച്ച് ഇതിനകത്ത് ചുട്ടെടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാൻ കേക്കിൻ്റെ മിക്സർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ വേഗം അത് പുകഞ്ഞു പോവും. സോ കുക്കാവില്ല. അപ്പം നിറയെ ബബിൾസ് അവിടെ വരും. അപ്പോഴാണ് കുക്കിംഗ് സ്റ്റാർട്ട് ആവുന്നത് ശരിക്കും. ബബിൾസ് കുറേ വന്നു, ഇനി കുറച്ചുകൂടി വരാനുണ്ട്. നമ്മുടെ പാൻ കേക്കിൻ്റെ ഒരു വശം ഏകദേശമായി. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ഒന്നുകൂടി മറിച്ചിടാം. ഈ വശവും കുക്കായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുക്കാം. നമുക്കിതിനൊന്ന് ഫോൾഡ് ചെയ്യാം. നമ്മൾ 3 പാൻ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഗാർണിഷും വെച്ചു. ഇനി അതിൻ്റെ മുകളിലൂടെ കുറച്ച് ഹണി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ രുചിയേറിയ നമ്മുടെ സ്നാക്സ് അല്ലെങ്കിൽ ഡെസേർട്ട് റെഡിയാണ്. കോക്കനട്ട് പാൻ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേരെ. താങ്ക് യു.